അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 32 സങ്കീർത്തനം 8ഉം 9ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. കോവർ കഴുതയും കുതിരയും പറയത്തക്ക ബുദ്ധിയുള്ള ജീവികളല്ല. കോവർ കഴുതയ്ക്ക് ചുവട് ചുമക്കുവാനും കുതിരയ്ക്ക് ഓടുവാനുമുള്ള കഴിവുണ്ടെന്നതല്ലാതെ അതിനേക്കാൾ ഉയരത്തിൽ ചിന്തിക്കുവാൻ അവയ്ക്ക് കഴിവില്ല. മൃഗങ്ങൾക്കൊന്നിനും അതിനുള്ള കഴിവില്ല. എങ്കിലും ഈ കോവർ കഴുതയും കുതിരയും മനുഷ്യർക്ക് കീഴടങ്ങണമെങ്കിൽ കടിഞ്ഞാണും മുഖപ്പട്ടയും അത്യാവശ്യമാണ്. ഇവ രണ്ടുമുണ്ടെങ്കിൽ മാത്രമേ കോവർ കഴുതയും കുതിരയും തങ്ങളുടെ യജമാനന്മാർക്ക് കീഴടങ്ങുകയുള്ളൂ. നാം പാപം ചെയ്യുമ്പോൾ സാത്താൻ നമ്മെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം നമുക്ക് തന്നെ നാം കടിഞ്ഞാണും മുഖപ്പട്ടയും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പാപത്തിൻ്റെ പട്ടികയിൽ പെടുന്ന ചില കാര്യങ്ങൾ ഇവിടെ പ്രസ്താവിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കൊലപാതകം, വ്യഭിചാരം, മോഷണം, പിടിച്ചുപറി, ദ്രവ്യാഗ്രഹം, വിടക്ക് കണ്ണ്, അന്യൻ്റെ മുതലും അന്യൻ്റെ ഭാര്യയെയും ആഗ്രഹിക്കൽ, മറ്റുള്ളവരെ ദ്രോഹിക്കൽ, മറ്റുള്ളവർക്കെതിരെ ഹൃദയത്തിൽ ദോഷം ചിന്തിക്കൽ എന്നിത്യാദി കാര്യങ്ങൾ ദൈവം വെറുക്കുന്ന പാപങ്ങൾ ആണ്. ഇവയെല്ലാം സാത്താൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുമാണ്. ദൈവം വെറുക്കുന്ന പാപങ്ങൾ നമ്മെക്കൊണ്ട് സാത്താൻ ചെയ്യിക്കുന്നു. നാം തെറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന് നമ്മെ കൺട്രോൾ ചെയ്യുവാൻ കഴിയാതെ വണ്ണം സാത്താൻ നമ്മെ കൺട്രോൾ ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ നാം ചെയ്യുന്ന ഏറ്റവും ചെറിയ തെറ്റ് പോലും സാത്താന് നമ്മിൽ പ്രവേശിക്കുവാനുള്ള കോണിപ്പടിയാണ്. അതായത് നമ്മെ കൺട്രോൾ ചെയ്യുവാനുള്ള കടിഞ്ഞാണും മുഖപ്പട്ടയുമാണ് നാം ചെയ്യുന്ന ഏത് ചെറിയ പാപവും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സഹോദരനെ മൂടാ എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും എന്ന്. കാരണം സഹോദരനെ മൂടാ എന്ന് പറയുമ്പോൾ ആ വാക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. സഹോദരനെതിരെ ഹൃദയത്തിൽ മുഷിച്ചിൽ വരുമ്പോഴാണല്ലോ സാധാരണയായി നാം അങ്ങനെ വിളിക്കുന്നത്. മുഷിഞ്ഞു പോകരുത് എന്ന ദൈവകൽപ്പന ലംഘനമാണത്. നമ്മുടെ ഹൃദയം മുഷിഞ്ഞാൽ യേശു നമ്മുടെ ഹൃദയത്തിൽ നിന്നും പുറത്തു പോവുകയും ദുരാത്മാവ് നമ്മെ കൺട്രോൾ ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. സാത്താൻ കൺട്രോൾ ചെയ്യുവാൻ തുടങ്ങിയാൽ നാം പാപത്തിൽ കൂടി മുന്നോട്ട് പോകുവാൻ തുടങ്ങും. ഒടുവിൽ സാത്താന് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അഗ്നി നരകത്തിൽ നാമും അവനോടൊപ്പം വീഴേണ്ടി വരും. ഏത് പാപവും മനുഷ്യൻ ചെയ്യുന്നത് ആകർഷണത്തിലൂടെയാണ്. നമ്മുടെ കണ്ണിനെ നമ്മുടെ ഹൃദയം പിന്തുടരുവാൻ ഒരിക്കലും ഇട കൊടുക്കരുത്. കാരണം വേവാതിരിക്കുവാൻ വാട്ടിക്കളയുന്ന തന്ത്രമാണ് സാത്താൻ്റേത്. എത്ര സമയമെടുത്താലും അവൻ നമ്മെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓർക്കുക, നമുക്കൊരു ആത്മാവേ ഉള്ളൂ. ഒരിക്കൽ അത് തകർന്നാൽ വീണ്ടും ആത്മീക ജീവൻ നമുക്ക് ലഭിക്കുവാൻ അത്ര എളുപ്പമല്ല. ഒരിക്കൽ സാത്താൻ നമ്മെ കൺട്രോൾ ചെയ്യുവാൻ തുടങ്ങിയാൽ അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുക എളുപ്പമല്ല. അവൻ്റെ ബന്ധനത്തിലാകുന്നത് വരെ നമുക്ക് ഏത് പാപം ചെയ്യുവാനെന്നുള്ള ധൈര്യമായിരിക്കും. അനേകം വ്യക്തികൾ ചിലപ്പോൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുവാനുണ്ടാകും. എന്നാൽ നാം ദുഷ്ടൻ്റെ കയ്യിൽ വീണ് കഴിയുമ്പോൾ മാത്രമേ ആ പാപത്തിൻ്റെ തീവ്രത നാം മനസ്സിലാക്കുകയുള്ളൂ. നാസിർ വ്രതക്കാരനായ ഒരു ശിംശോനെ നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 16-ാം അധ്യായം 31 വരെയുള്ള ഭാഗങ്ങളിലാണ് ശിംശോൻ്റെ ചരിത്രം എഴുതിയിരിക്കുന്നത്. അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ തന്നെ ദൈവം അവനെ തിരഞ്ഞെടുത്തിരുന്നു. ഫിലിസ്തീനയുടെ അടിമകളായിരുന്ന ഇസ്രായേൽ മക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു ദൈവം അവനെ കണ്ടത്. അതുകൊണ്ട് തന്നെ ശിംശോൻ്റെ തലയിൽ ചവരക്കത്തി തൊടരുത് എന്നും അവൻ ജനനം മുതൽ യഹോവയ്ക്ക് നാസീർ വ്രതക്കാരനാകണമെന്നും കർത്താവ് കൽപ്പിച്ചു. ദൈവിക ശക്തി അവനിൽ നിറഞ്ഞു നിന്നു. ഇസ്രായേൽ മക്കൾ അന്യജാതിക്കാരെ വിവാഹം കഴിക്കരുതെന്ന് പ്രമാണം നിലനിൽക്കുമ്പോൾ തന്നെ ഇസ്രായേൽ കന്യകയെ മാത്രം വിവാഹം കഴിക്കുവാൻ നിയമിക്കപ്പെട്ട ശിംശോൻ നേരെ ചെന്നത് ഫിലിസ്ത്യ കന്യകയെ വിവാഹം കഴിക്കുവാനാണ്. എന്നാൽ അവിടെ പരാജയം സംഭവിച്ച ശിംശോൻ ദൈവത്തോട് അരുളപ്പാട് ചോദിക്കുന്ന രംഗം അവിടെ കാണുന്നില്ല. നാസിർ വ്രതക്കാരൻ യഹോവയുമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കേണ്ട വ്യക്തിയാണ്. കാരണം അവൻ യഹോവയുടെ ഉദ്ദേശത്തിനായി, ഈ ദൈവത്തിൻ്റെ ആവശ്യത്തിനായി മാത്രം സൃഷ്ടിക്കപ്പെട്ടവനാണ്. അവൻ്റെ കഷ്ടകാലത്ത് 2 പ്രാവശ്യമല്ലാതെ ഒരിക്കൽ പോലും
യഹോവയോട് അവൻ സംസാരിച്ചതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, മാനസാന്തരപ്പെട്ട് സ്നാനം മുങ്ങിയ ശേഷം നിരന്തരമായി ദൈവവുമായി സംസാരിക്കാറുണ്ടോ? ആവശ്യ സമയത്ത് പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുവാനായി പ്രാർത്ഥിക്കാത്തവർ ആരും കാണുകയില്ല. ഓർക്കുക, ശിംശോന് ലഭിച്ച ദൈവാത്മാവ് സ്ഥിരമായ ആത്മാവല്ലായിരുന്നു. ആവശ്യ സമയത്ത് അവനെ സഹായിക്കുവാൻ വരികയും ആവശ്യം കഴിയുമ്പോൾ പോവുകയും ചെയ്യുന്ന രീതിയായിരുന്നു അന്ന് പരിശുദ്ധാത്മാവിൻ്റേത്. കാരണം അന്ന് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പിതാവിനോട് മധ്യസ്ഥം നടത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ എപ്പോഴും നമ്മോട് കൂടെ വസിക്കുവാൻ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ യേശു നമുക്ക് വേണ്ടി അയച്ചു തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് ഏതെങ്കിലും പ്രവാചകൻ നമ്മോട് ദൂതറിയിക്കുവാനല്ല, പിന്നെയോ നാം നടക്കേണ്ടുന്ന പാത നമുക്ക് ഉപദേശിച്ചു തരുവാനാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണ്ടാകുവാൻ നാം യേശുവിനോട് നിലവിളിക്കണം. നാം യേശുവിനെ വാസ്തവമായി അനുസരിക്കുന്നവരാണെങ്കിൽ യേശു പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചു തരും. അതവൻ്റെ വാഗ്ദാനമാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ നാം മാറിയവനെ പോലെയാകും. പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് ഹൃദ്യമായി സംസാരിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും എല്ലാവരോടും കരുണ കാണിക്കുവാനും നമുക്ക് കഴിയും. കാരണം പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കൃപയുടെയും ജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവാണ്. യേശുവിന് എന്തെല്ലാം സ്വഭാവ ഗുണങ്ങളുണ്ടോ ആ സ്വഭാവ ഗുണങ്ങൾ എല്ലാം യേശുവിൻ്റെ ആത്മാവുള്ള വ്യക്തിക്കും ഉണ്ടാകും. പരിശുദ്ധാത്മാവുണ്ടെന്ന് പറയുകയും പ്രവാചകന്മാർ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിശ്ചയമായി നമ്മളിലുള്ള ആത്മാവ് ഏതാണെന്ന് നാം ശോധന ചെയ്യണം. ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് ശോധന ചെയ്യുവിൻ എന്ന് 1 യോഹന്നാൻ 4:1-2 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു പ്രവാചകൻ യേശുവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുന്നെങ്കിൽ യേശു 4 സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ മാത്രമേ പറയുകയുള്ളൂ. പഴയ നിയമത്തിൽ ദൈവത്തെ അനുസരിക്കാത്ത ജനത്തിനെതിരെയാണ് ദൈവത്തിന് പ്രവാചകന്മാരെ അയക്കേണ്ടി വന്നത്. ജനത്തിൻ്റെ പാപത്തെ ഓർമ്മപ്പെടുത്തുവാനായിരുന്നു അത്. എന്നാൽ ഇന്ന് സഭകളിൽ പ്രവാചകന്മാർ വരുന്നത് ജനത്തെ അവരുടെ പാപങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുവാൻ ആകണമല്ലോ. എന്നാൽ അങ്ങനെയാണോ ഇന്ന് സംഭവിക്കുന്നത്? ഓരോ വിശ്വാസിക്കും പരിശുദ്ധാത്മാവ് വരികയും അവർക്ക് ബുദ്ധിപദേശം കൊടുക്കുകയും ചെയ്യുകയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അവൻ്റെ ആലോചന പോലെ അവൻ്റെ ഉപദേശം പോലെ നാം ജീവിച്ചാൽ ദൈവം ഇഷ്ടപ്പെടാത്ത ഒരു പാപപ്രവൃത്തിയും നാം ചെയ്യുകയില്ല. സാത്താൻ നമ്മെ കൺട്രോൾ ചെയ്യുകയുമില്ല. നാസീർ വ്രതക്കാരനായ ശിംശോൻ രണ്ടാമത് ചെന്നത് ഒരു വേശ്യയുടെ അടുക്കിലേക്കാണ്. ഇസ്രയേലിലെ സാധാരണ പുരുഷന്മാർ പോലും വേശ്യയോട് അടുക്കരുത്. കാരണം യാഗമില്ലാത്ത പാപമാണത്. കല്ലെറിഞ്ഞു കൊല്ലേണ്ട പാപമാണത്. നാസീർ വ്രതക്കാരനായ ശിംശോനാണ് വേശ്യയുടെ അടുക്കൽ ചെന്നതെന്ന് ഓർക്കുക. മൂന്നാമത് അവൻ ദലീലയുടെ അടുക്കൽ ചെന്നു. തന്നെയുമിൽ അനേകം നുണകൾ അവരോട് പറയുകയും ചെയ്തു. ഈ പാപങ്ങൾ എല്ലാം നിമിത്തം ഏറ്റവും വലിയ പാപമായ ക്ഷൗരക്കത്തി ശിംശോന്റെ തലയിൽ വെക്കരുതെന്ന ദൈവകൽപ്പന അവൻ ലംഘിക്കേണ്ടി വന്നു. അവൻ്റെ തലയിലെ ജടകൾ ദലീല മുറിച്ചു മാറ്റി. അതുകൊണ്ട് തന്നെ ശിംശോൻ ശത്രുവിൻ്റെ പിടിയിലായി. ചെറിയ പാപം നമ്മെ തകർക്കുകയില്ലായിരിക്കാം. എന്നാൽ ഓർക്കുക, ചെറിയ പാപം നമ്മെ തകർക്കുവാനുതകുന്ന വലിയ പാപത്തിലേക്ക് വഴി നടത്തും. പൂർണ്ണമായി നാം കെണിയിലാകുമ്പോൾ മാത്രമേ സകല ജനവും അറിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് മടങ്ങി വരവിനുള്ള എല്ലാ വഴികളും സാത്താൻ അടച്ചിരിക്കും. ശിംശോനെ ഫിലിസ്ത്യർ പിടിച്ച് കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. അവൻ്റെ കാഴ്ച പോയി. അവനെ ചങ്ങലയിൽ പൂട്ടി. അവൻ്റെ സ്വാതന്ത്ര്യം പോയി. ഒരു ബാല്യക്കാരൻ ഇപ്പോൾ അവനെ കൺട്രോൾ ചെയ്യുകയാണ്. കാരണം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതിനാൽ ഇപ്പോൾ ശിംശോന്റെ കടിഞ്ഞാൻ വെറും ഒരു ബാലൻ്റെ കയ്യിലാണ്, ഒരു ബാല്യക്കാരൻ്റെ കയ്യിലാണ്. തന്നെയുമല്ല, ഫിലിസ്ത്യരുടെ ദേവന്റെ മുമ്പിൽ ശിംശോൻ കളിക്കേണ്ടി വന്നു. അവനെ മാവ് കുഴയ്ക്കുന്നവനാക്കി തീർത്തു. ചുരുക്കി പറഞ്ഞാൽ സാത്താൻ്റെ സകല പണികളും ഇന്ന് ശിംശോൻ ചെയ്യുകയാണ്. കുന്നൊന്ന് കുന്ന് രണ്ടെന്ന് പറഞ്ഞ ഒരു കഴുതയുടെ പച്ചത്താടിയെല്ലുകൊണ്ട് 1000-ഓളം ജനങ്ങളെ കൊന്ന മല്ലനായ ശിംശോൻ ഒരു പ്രതിസന്ധിയിലാകുവാൻ കാരണം ഈ പ്രതിസന്ധിയിലാകുവാൻ കാരണം ന്യായപ്രമാണത്തോടുള്ള അവൻ്റെ കൂറ് കുറഞ്ഞു പോയതും തനിക്ക് ബോധിച്ച വണ്ണം ജീവിച്ചതുമാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ദൈവം തൻ്റെ വചനത്തിൽ കൂടി നമ്മോട് പറയുന്ന കാര്യങ്ങൾ നാം ഉദാസീനമായി എടുക്കാതെ
കേൾക്കുന്ന വചനം വളരെ ശ്രദ്ധയോടെ അനുസരിക്കണം. എന്നാൽ സാത്താൻ നമുക്ക് കടിഞ്ഞാൻ ഇടുകയില്ല. സാത്താൻ്റെ കെണിയിൽ വീഴാതിരിക്കുവാൻ, ഒരു തെറ്റും നാം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ ബൈബിൾ ദിവസവും വായിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. എന്നാൽ സാത്താൻ നമുക്ക് മുഖപ്പട്ട വയ്ക്കുകയില്ല. ഓർക്കുക, സാത്താൻ നമുക്ക് മുഖപ്പട്ട വെച്ചാൽ നമുക്ക് അവൻ കാണിക്കുന്ന വഴിയെ മാത്രമേ പോകുവാൻ കഴിയൂ. നിത്യതയെക്കുറിച്ചുള്ള ദൂരക്കാഴ്ച നമുക്ക് നഷ്ടപ്പെടും. ആകയാൽ യേശുവിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് അവൻ്റെ വചനം അനുസരിച്ച് നിത്യജീവനെ നമുക്ക് അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ അവർക്ക് കൃപ കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.